ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾ വിപുലീകരിക്കുന്നത് തുടരുകയാണെങ്കിൽ അമേരിക്കയുടെ സഹായമില്ലാതെ തന്നെ ഇസ്രായേൽ ഒറ്റയ്ക്ക് സൈനിക നീക്കം നടത്താൻ തയ്യാറാണെന്ന് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ. നിലവിലെ സാഹചര്യത്തിൽ ഒരു യുദ്ധം ആസന്നമാണോ എന്ന ആശങ്ക വർദ്ധിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുൻകൂട്ടി നിശ്ചയിച്ചതിനും 2 ആഴ്ച നേരത്തെ അമേരിക്ക സന്ദർശനം ക്രമീകരിച്ചു. അതോടൊപ്പം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഷി തങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള പരിധി ലംഘിച്ചാൽ ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. നിലവിൽ ആ പരിധി എത്തിയിട്ടില്ലെങ്കിലും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് ഇസ്രായേൽ പറഞ്ഞു. ഇറാനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരിമിതമായ സൈനിക നടപടി മാത്രമേ എടുത്തേക്കുകയുള്ളൂ എന്ന് ഇസ്രായേൽ ഭയപ്പെടുന്നു. യമനിലെ ഹൂതികൾക്ക് നേരെ നടത്തിയതുപോലുള്ള ഭാഗികമായ ആക്രമണം ഇറാന്റെ മിസൈൽ ശേഷിയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് ഇസ്രായേൽ പറയുന്നു. ബുധനാഴ്ച ട്രംപുമായി നെതന്യാഹു കൂടിക്കാഴ്ച നടത്തും. ഇറാനുമായുള്ള ചർച്ചകളിൽ അമേരിക്ക വിട്ടുവീഴ്ചകൾ ചെയ്യരുതെന്നും ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികൾ പൂർണ്ണമായും നിർത്തലാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടും. ആണവ പദ്ധതികളിൽ ഭാഗികമായ നിയന്ത്രണങ്ങൾ ചർച്ച ചെയ്യാമെന്നല്ലാതെ മിസൈൽ പദ്ധതികളിലോ മറ്റു മേഖലകളിലോ വിട്ടുവീഴ്ചയില്ലെന്നാണ് ഇറാന്റെ നിലപാട്. ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിന്റെ നിലനിൽപ്പിന് ഭീഷണിയാണെന്നും അത് തടയുവാൻ സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്നുമാണ് ഇസ്രായേലിന്റെ കർശന നിലപാട്.